നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷൻ ആണ്. ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യത്തെ ഫാക്ട് കെ ഫോണിനെ കുറിച്ചാണ്. കെ ഫോണിന്റെ ഫുൾ ഫോം എന്താ? കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. അപ്പൊ കെ ഫോണിനെ കുറിച്ച് പഠിച്ചിരിക്കേണ്ട ഏറ്റവും പുതിയ വസ്തുത, കെ ഫോണിന്റെ ഭാഗ്യ ചിഹ്നം അഥവാ മാസ്കോട്ട് എന്താണ്? കെ ഫോണിന്റെ മാസ്കോട്ട് ഒരു കടുവയാണ്. ആ കടുവയുടെ പേരെന്താ? ഫിബോ. ഫിബോ എന്ന കടുവയാണ് കെ ഫോണിന്റെ മാസ്കോട്ട് എന്ന് ഓർക്കുക. ക്ലിയർ? അടുത്ത ഫാക്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ്. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആ ഒരു ലോഗോ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. സിന്ദൂര ചെപ്പിൽ നിന്നും സിന്ദൂരം പോകുന്ന ഒരു ലോഗോയാണ്. ഈ ലോഗോ ഡിസൈൻ ചെയ്തത് ആര്? ഈ ലോഗോ ഡിസൈൻ ചെയ്തത് ലഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്ത, ഹവിൽദാർ സുരേന്ദർ സിംഗ് എന്നിവർ ചേർന്നിട്ടാണ്. ഇന്ത്യൻ ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്തയും ഹവിൽദാർ സുരേന്ദർ സിംഗും ചേർന്നിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആ ലോഗോ ഡിസൈൻ ചെയ്തത് എന്ന് ഓർക്കുക. അടുത്ത ഫാക്ട് ഓപ്പൺ എ ഐയെ കുറിച്ചുള്ള ഫാക്ട് ആണ്. ഓപ്പൺ എ ഐയുടെ ഏറ്റവും പുതിയ AI മോഡൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം GPT-5. GPT-5 ആണ് ഓപ്പൺ എ ഐയുടെ ഏറ്റവും പുതിയ AI മോഡൽ. ഏറ്റവും പുതിയ AI മോഡൽ. അടുത്ത ഫാക്ടും വളരെ ഇമ്പോർട്ടന്റ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനായി നിയമിതനായത് ആര്? കെ മധു. ഇമ്പോർട്ടന്റ് ചോദ്യം. ഇനി വരുന്ന മിക്ക പരീക്ഷയ്ക്കും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. കെ മധുവിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട് എന്താണ്? ഇദ്ദേഹത്തിന്റെ നിയമനം. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആണ് കെ മധു എന്ന് ഓർക്കുക. അടുത്തത് ഒരു പുരസ്കാരമാണ്. ഇതിൽ നമുക്ക് 5 ഫാക്ട്സ് പഠിക്കാനുണ്ട്. ആദ്യത്തെ ഫാക്ട് കേരള കലാ പുരസ്കാരം 2023 പ്രഖ്യാപിച്ചത് എന്ന്? 2025 അപ്പൊ PSC ചോദിക്കുന്നത് 2025 പ്രഖ്യാപിച്ച കേരള കലാ പുരസ്കാരം എന്നോ അല്ലെങ്കിൽ 2023 കേരള കലാ പുരസ്കാരം എന്നോ ആയിരിക്കും. അത് ഓർക്കുക. അത് തന്നെ ഒരു ചോദ്യമായിട്ട് ഓർത്തോണം. അപ്പൊ കേരള കലാ പുരസ്കാരം 2023 പുരസ്കാരം 2025 പ്രഖ്യാപിച്ചത്. കഥകളി പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്ന് നോക്കാം. കഥകളി പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ആദ്യത്തേത് കുറൂർ വാസുദേവൻ നമ്പൂതിരി, രണ്ടാമത്തെ വ്യക്തി കലാമണ്ഡലം ശങ്കര വാര്യർ. കുറൂർ വാസുദേവൻ നമ്പൂതിരിക്കും കലാമണ്ഡലം ശങ്കര വാര്യർക്കുമാണ് കഥകളി പുരസ്കാരം ലഭിച്ചത്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പല്ലാവൂർ അപ്പുമാരാർ വാദ്യ പുരസ്കാരം. അപ്പൊ 2023 പല്ലാവൂർ അപ്പുമാരാർ വാദ്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്കാണ്. ആർക്കാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. ഇദ്ദേഹം ഏത് വാദ്യ ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെണ്ടയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ വാദ്യ ഉപകരണം ഏതാണ്? ചെണ്ട. അപ്പൊ പല്ലാവൂർ അപ്പുമാരാർ വാദ്യ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്കാണ്. ഇദ്ദേഹത്തിന്റെ വാദ്യോപകരണം അല്ലെങ്കിൽ ഏത് വാദ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെണ്ടയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. കേരള നൃത്തനാട്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? കേരള നൃത്തനാട്യ പുരസ്കാരം ലഭിച്ചത് കൂടിയാട്ടം കലാകാരിയായ PN ഗിരിജാദേവിക്കാണ്. PN ഗിരിജാദേവി, കൂടിയാട്ടം കലാകാരിയായ PN ഗിരിജാദേവിക്കാണ് കേരളീയ നൃത്തനാട്യ പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർക്കുക. അപ്പൊ ഈ 4 പേര് ഓർക്കുക. ആദ്യം പറഞ്ഞ ഫാക്ട്സ് 2023 പുരസ്കാരമാണ്. ഇത് പ്രഖ്യാപിച്ചത് 2025 കൂടി ഓർക്കുക. ഓക്കെ. അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ ഇതിന്റെ ചോദ്യങ്ങളെല്ലാം പരീക്ഷാ രൂപത്തിൽ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ട് തന്നേക്കാം കേട്ടോ. അപ്പൊ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പുതിയ ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഈ മാസം അഡ്മിഷൻ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് ആണ്.
അപ്പൊ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബാച്ച് കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പറയാം. CPU WCPO 2026 വേണ്ടിയിട്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ തുടങ്ങുക, കംപ്ലീറ്റ് റിവിഷൻ അടിക്കുക. 1ഉം 2ഉം വട്ടം നിങ്ങൾ ഫുൾ പഠിച്ചിട്ട് ഫുൾ സിലബസിലൂടെ 1ഉം 2ഉം വട്ടം റിവിഷൻ അടിക്കാനുള്ള ടൈം കിട്ടണം. എക്സാം ഹാളിൽ ചോദ്യം കിട്ടുമ്പം ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ആ ഒരു രീതിയിലാണ് ഞാൻ നമ്മുടെ കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വീക്ക്ലി ടൈം ടേബിൾ വെച്ചിട്ട് Day 1 Day 2 Day 3 ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ Day 1 Day 2 Day 3 ഓരോ ദിവസവും പഠിക്കാനുള്ള പോർഷൻസ് ഞാൻ ഇട്ട് തരും. ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുക. ശനി ഞായറും റിവിഷൻ അടിക്കുക. ഞായറാഴ്ച രാത്രി അതിന്റെ പരീക്ഷ ഉണ്ടായിരിക്കും. പിന്നെ CPO WCPO സ്പെഷ്യൽ ടോപ്പിക്സ് അടക്കം ഫുൾ സിലബസ് കവറേജ് ആണ്. സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് എടുക്കുന്നത്, ആക്സ് ഒക്കെ. അപ്പോൾ ഫുൾ സിലബസ് കവറേജ് ആണ്. പിന്നെ ഷുവർ ഷോട്ട് കറന്റ് അഫയേഴ്സ്, മന്ത്ലി കറന്റ് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോട്ട് GK, പഴയ SCRT പുതിയ SCRT എല്ലാം കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ CPO WCPO കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫയർമാൻ ഫയർ വുമൺ 2026 എല്ലാ കോഴ്സുകളും സ്പെഷ്യൽ ടോപ്പിക്സ് അടക്കം ഉണ്ടെങ്കിൽ അതടക്കമാണ് ഞാൻ കവർ ചെയ്യുന്നത്. അപ്പൊ പുറത്ത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല, സ്പെഷ്യൽ ടോപ്പിക്സ് അടക്കമാണ് കവർ ചെയ്യുന്നത്. പിന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നിട്ടുണ്ട്. അതിന്റെ ബാച്ച് കോഴ്സ് 1-1.5 ആഴ്ച കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ഓക്കെ. പിന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന അടുത്ത മാസം നടക്കാനിരിക്കുന്ന ദഫേദാർ പരീക്ഷയുടെ ബാച്ച് കോഴ്സ് 799 രൂപ മാത്രമേ ഉള്ളൂ. ദഫേദാർ കോഴ്സിന്റെ ഫീസ്. 3 മാസം വാലിഡിറ്റി ഉണ്ട്, എക്സാം വരെയല്ല, 3 മാസം കോഴ്സിന്റെ വാലിഡിറ്റി കിട്ടും. സ്റ്റഡി പ്ലാൻ അടക്കമാണ്, ഞാൻ 90 ഡേയ്സ് സ്റ്റഡി പ്ലാൻ അടക്കമാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ PSC ബാച്ച് ഉണ്ട്. പിന്നെ 10th പ്രിലിംസ് 2025 ഒക്ടോബർ ഡിസംബർ മാസം നടക്കാനിരിക്കുന്ന 10th പ്രിലിംസ് 2025 വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് ഉണ്ട്. അതുപോലെ കമ്പനി LGS, VFA, ബെക്കോ LD ഈ 3നും സെപ്പറേറ്റ് ബാച്ച് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാത്തിലും അഡ്മിഷൻ ഓപ്പൺ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റും. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ. എല്ലാവരെയും ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ട് ഒരുപാട് സീറ്റ് ഒന്നും അവൈലബിൾ അല്ല, ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ താല്പര്യമുള്ളവർ എല്ലാവരും കയറി വന്നോളൂ. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ മതി, നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ ഫോണിലും ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാൻ പറ്റും. 24/7 ആപ്പിന് ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ എല്ലാം ഇപ്പൊ നമ്മുടെ ടെലഗ്രാമിന്റെ ലിങ്ക് ആയാലും ആപ്പിന്റെ ലിങ്ക് ആയാലും ഫസ്റ്റ് കമന്റ് കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. അത് നമ്മൾ കായിക ടൂർണമെന്റിലേക്കാണ് പോകുന്നത്. ചാമ്പ്യൻസ് ട്രോഫി, ICC ചാമ്പ്യൻസ് ട്രോഫി 2025 വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് PSC പ്രസ്താവന രീതിയിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇട്ടിട്ടുമുണ്ട്. നോക്കാം. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ. അതാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, അപ്പൊ ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം 2025 ജേതാക്കൾ ഇന്ത്യ പരാജയപ്പെടുത്തിയത്, ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഏത് ടീമിനെ? ന്യൂസിലൻഡിനെ. എത്ര വിക്കറ്റിന്? ഇത് പ്രസ്താവന ഇത് ചോദിച്ചതാണ്. എത്ര വിക്കറ്റിന്? 4 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. 4 വിക്കറ്റിനാണ് ന്യൂസിലൻഡിനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഈ മത്സരങ്ങൾ നടന്നത് എവിടെ? പാകിസ്ഥാൻ. പക്ഷേ ഇന്ത്യയുടെ മത്സരങ്ങളൊക്കെ UAE വെച്ചിട്ടാണ് നടന്നത്. ഫൈനലിൽ ദുബായിൽ വെച്ചിട്ടാണ് ഫൈനൽ നടന്നത്. ബാക്കി മത്സരങ്ങളുടെ ഒക്കെ വേദി പാകിസ്ഥാനും ഇന്ത്യയുടെ മത്സരങ്ങൾ നടന്നത് UAE ആണെന്നും ഓർക്കുക. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ ടീം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ ആകെ 3 തവണയാണ് കിരീടം നേടിയിട്ടുള്ളത്. ആദ്യത്തെ കിരീടം 2002-ലും, രണ്ടാമത്തത് 2013-ലും, ഇപ്പോ 2025-ലുമാണ്. ഇപ്പൊ 2002, 2013, 2025 ഇങ്ങനെ 3 തവണയാണ് ഇന്ത്യക്ക് ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടാൻ സാധിച്ചത്. ഏറ്റവും കൂടുതൽ തവണ ഈ ക്രിക്കറ്റ് കിരീടം ICC ചാമ്പ്യൻസ് ട്രോഫി നേടിയ ടീം ഏതാണെന്ന് ചോദിച്ചാലും ഇന്ത്യ. ഇനി 2 പോയിന്റ് പഠിക്കാനുള്ളത്, ടൂർണമെന്റിലെ താരവും ഫൈനലിലെ താരവും. ഇത് രണ്ടും ചോദിച്ചു. ടൂർണമെന്റിലെ താരം ഓർക്കുക, ന്യൂസിലൻഡിന്റെ രച്ചിൻ രവീന്ദ്രയാണ്. ടൂർണമെന്റിലെ താരം ആരാണ്? രച്ചിൻ രവീന്ദ്ര. ഫൈനലിലെ താരം ആരാണെന്ന് ചോദിച്ചാൽ രോഹിത് ശർമ്മ. അപ്പൊ PSC ഈ 2025 ചോദിച്ചപ്പോഴത്തേക്കും തന്നിരുന്ന ഒരു പ്രസ്താവന ടൂർണമെന്റിലെ താരം തന്നിട്ട് രോഹിത് ശർമ്മ എന്ന് കൊടുത്തു. അപ്പൊ ആ പ്രസ്താവന തെറ്റിപ്പോയി. ടൂർണമെന്റിലെ താരം ആരാണ്? രച്ചിൻ രവീന്ദ്ര, ന്യൂസിലൻഡ് താരമാണ്. ഫൈനലിലെ താരമാണ് ആര്? രോഹിത് ശർമ്മ.
അപ്പൊ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ജേതാക്കളായത് ഇന്ത്യ, ഫൈനലിൽ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി 4 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. വേദി പാകിസ്ഥാൻ. ഇന്ത്യയുടെ മത്സരങ്ങൾ UAE വെച്ചിട്ടാണ് നടന്നത്. സുരക്ഷാ മാനദണ്ഡം കണക്കിലെടുത്ത്. ടൂർണമെന്റിലെ താരം രച്ചിൻ രവീന്ദ്ര, ഫൈനലിലെ താരം രോഹിത് ശർമ്മ. 2002, 2013, 2025 എന്നീ വർഷങ്ങളിലാണ് ഇന്ത്യക്ക് ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ലഭിച്ചത്. അടുത്ത PSC ഈ വർഷം ചോദിച്ച മെയിൻ ടോപ്പിക് ആണ് വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി. വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തത് നരേന്ദ്രമോദിയാണ്, അതായത് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് 2025 മെയ് മാസം 2-ന്. അപ്പൊ നിങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി PSC ചോദിച്ച കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഞാൻ ഈ തന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖം ഏത്? ആഴക്കടൽ ഷിപ്മെന്റ് വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ വിഴിഞ്ഞം. ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴം കൂടിയ സ്വാഭാവിക തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴം കൂടിയ സ്വാഭാവിക തുറമുഖം വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര, നിയമസഭാ മണ്ഡലം കോവളം. പിന്നെ PSC ചോദിച്ച മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, തന്നിരുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക തുറമുഖം ഏത്? വിഴിഞ്ഞം തുറമുഖമാണ്. അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക തുറമുഖം ഏത്? വിഴിഞ്ഞം തുറമുഖം. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുമല്ലോ. ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ്, ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ, ആഴം കൂടിയ ഏറ്റവും വലിയ ആഴം കൂടിയ സ്വാഭാവിക തുറമുഖം, സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര, നിയമസഭാ മണ്ഡലം കോവളം, അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഓക്കെ, ഇനി ഒരു ഓപ്പറേഷനെ കുറിച്ചാണ്. ഓപ്പറേഷൻ മഹാദേവ്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടുള്ള മറ്റൊരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മഹാദേവ്. സിന്ദൂറുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. കാരണം എന്താണ്? പഹൽഗാം ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട ഭീകരരെ 3 ലഷ്കർ-ഇ-തോയ്ബ ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മഹാദേവ്. 3 ലഷ്കർ-ഇ-തോയ്ബ ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മഹാദേവ്. പഹൽഗാം ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട ഭീകരരെയും അതുപോലെ അതിൽ 3 പേരെ വധിച്ചില്ലേ? 2 പേര് പഹൽഗാം ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട, ഒരാള് 2023 നടന്ന സോനാമാർഗ് തുരങ്ക ആക്രമണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇവര് 3 പേരെയും വധിച്ചു. ഇവർ ഒളിച്ചിരുന്നതായിട്ട് കണ്ടെത്തിയത് ഡച്ചിഗാം ദേശീയോദ്യാനത്തിന് അടുത്തുള്ള സ്ഥലത്തായിട്ടാണ്. ഡച്ചിഗാം ദേശീയോദ്യാനം ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഡച്ചിഗാം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട അതിന്റെ അടുത്ത സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഭീകരർ ഒളിച്ചിരുന്നത്. ഇവരെ കണ്ടെത്തി ഇന്ത്യൻ സൈന്യം വധിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മഹാദേവ്. ഓപ്പറേഷൻ മഹാദേവ് അതുകൂടി ഓർക്കുക. നിസാർ ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടറുടെ പേരെന്ത്? തോമസ് കുര്യൻ. തോമസ് കുര്യൻ ആണ് നിസാർ ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടർ. ഓക്കെ, VS അച്യുതാനന്ദന്റെ കുറച്ച് കൃതികളുടെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക. പ്രസ്താവന രീതിയിൽ ചോദിക്കും, അല്ലാതെയും ചോദിക്കും. VS അച്യുതാനന്ദൻ ഇദ്ദേഹത്തിന്റെ ജനിച്ച മരിച്ച തീയതികൾ ഒന്ന് പറയട്ടെ. 1923 ഒക്ടോബർ മാസം 20-ന് ജനിച്ചു. 2025 ജൂലൈ മാസം 21-ന് മരിച്ചു, അന്തരിച്ചു. അപ്പോ 1923 ഒക്ടോബർ മാസം 20-ന് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദൻ ജനിച്ചു. 2025 ജൂലൈ മാസം 21-നാണ് ഇദ്ദേഹം അന്തരിച്ചത്. ഈ 2 ഡേറ്റും മാറിയും തിരിഞ്ഞും ഒക്കെ ഇനി ചോദിക്കുക. 1923 ഒക്ടോബർ 20, 2025 ജൂലൈ 21. ഇപ്പൊ തന്നെ പഠിച്ചല്ലോ. ഇതിന്റെ കുറച്ച് കൃതികൾ നമുക്ക് പഠിക്കാം. ആദ്യം തന്നെ ഇദ്ദേഹത്തിന്റെ ആത്മകഥ പഠിച്ചു വെച്ചോളൂ. സമരം തന്നെ ജീവിതം. സമരം തന്നെ ജീവിതം എന്നത് ആരുടെ ആത്മകഥ? VS-ന്റെ ആത്മകഥ. സമരത്തിന് ഇടവേളകളില്ല,
അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ, ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ. ഇതെല്ലാം ആരുടെ കൃതികളാണ്? VS-ന്റെ കൃതികളാണ്. അപ്പൊ സമരം തന്നെ ജീവിതം ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. സമരത്തിന് ഇടവേളകളില്ല. അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ, ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ VS-ന്റെ കൃതികളാണ്. അപ്പൊ ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞ എല്ലാ ഫാക്ട്സും ക്ലിയർ അല്ലേ? എല്ലാം PSC ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇങ്ങനെ പെറുക്കിയെടുത്ത് നിങ്ങൾക്ക് കൊണ്ട് തരുന്നത്. ഇതൊക്കെ അങ്ങ് പഠിച്ചു വെച്ചോണം, ഒന്നും വിടരുത്. കുറച്ച് പോയിന്റ്സ് അല്ലേ ഒരു ദിവസം പറയുന്നുള്ളൂ, എല്ലാം പഠിച്ചു വെച്ചോ. ഇതിന്റെ പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനൽ അറ്റൻഡ് ചെയ്യാം. മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യണേ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി. ഹർഷിതം എഡ്യൂടെക്. ഓക്കെ, ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കോഴ്സുകളും ഉണ്ട്. വേഗം കയറി പോകുന്നുള്ളൂ. CPO WCPO നിരന്തരം നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന ബാച്ചാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ബാച്ചാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം മെന്റർഷിപ്പ് കൊടുത്ത് ജോയിൻ ചെയ്യുന്ന എല്ലാരെയും യൂണിഫോം ഇടിയിപ്പിക്കണം എന്ന ദൃഢനിശ്ചയത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബാച്ചാണ്. വേഗം തന്നെ ജോയിൻ ചെയ്തോണേ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.